ഹായ് ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു മാർക്കറ്റ് വേഴ്സ്. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമേ ഇന്നലത്തെ ട്രേഡിംഗ് പ്ലാൻ നമുക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞു എന്ന് പരിശോധിക്കാം. 18/11/2024 തിങ്കളാഴ്ച 23,465 എന്ന ലെവലിൽ ക്ലോസ് ചെയ്തിരുന്ന നിഫ്റ്റി 65ഓളം പോയിന്റ് ഗ്യാപ്പ് അപ്പിൽ 23,529 എന്ന ലെവലിലാണ് ഓപ്പൺ ചെയ്തത്. ഇന്ന് 310ലധികം പോയിന്റിന്റെ മൂവ്മെന്റും നിഫ്റ്റി തന്നിരുന്നു. സാധാരണ ഒരു ഗ്യാപ്പ് അപ്പ് ലഭിച്ചാൽ അപ്പോൾ തന്നെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കിട്ടാറുണ്ട്. എന്നാൽ ഇന്ന് ഗ്യാപ്പ് അപ്പ് നൽകിയെങ്കിലും ചെറിയ ടൈം ഫ്രെയിം പരിശോധിക്കുമ്പോൾ വീണ്ടും അപ്പർ സൈഡിലേക്ക് തന്നെ പ്രൈസ് പോകുന്നതാണ് കാണാൻ കഴിഞ്ഞത്. അത്തരത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നവർക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യാനും ഡേയ്സ് ലോ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കാനും സാധിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞവർക്ക് വളരെ വേഗത്തിൽ തന്നെ നല്ല ടാർഗറ്റുകൾ ലഭിച്ചു. നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന എല്ലാ ലെവലുകളും പ്രധാന സപ്പോർട്ട് റെസിസ്റ്റൻസ് ആയി വന്നേക്കാം എന്ന് കരുതിയ ലെവലിനു മുൻപ് തന്നെ മൈനർ റെസിസ്റ്റൻസ് ആയി രേഖപ്പെടുത്തിയിരുന്ന ലെവലുകൾ വളരെ പെട്ടെന്ന് തന്നെ ആദ്യത്തെ 15 മിനിറ്റിൽ തന്നെ ബ്രേക്ക് ചെയ്തിരുന്നു. അതിനുശേഷം വീണ്ടും പ്രൈസ് അപ്പർ സൈഡിലോട്ട് പോയി പിന്നീട് നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന പ്രധാന റെസിസ്റ്റൻസ് ആയേക്കാം എന്ന് കരുതിയ ലെവലിൽ തന്നെ സപ്പോർട്ട് എടുത്ത് മുന്നേറുകയാണ് ചെയ്തത്. അപ്പോൾ പല പ്രാവശ്യം ട്രേഡ് ചെയ്തവർക്ക് ഇവിടെ എല്ലാം വീണ്ടും കട്ട് ചെയ്ത് ട്രേഡ് ചെയ്യാനുള്ള അവസരം കിട്ടിയിരുന്നു. പലരും അത്തരത്തിലുള്ള ഹാൻഡിലുകൾ തന്നിരുന്നു. എന്നാൽ 23,778-80 റേഞ്ച് വരെ മാത്രം കയറിയിട്ട് പിന്നീട് വളരെ നേരം കൺസോളിഡേറ്റ് ചെയ്തു. ഒന്നുകിൽ അപ്പർ സൈഡിലോട്ട് ബ്രേക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഡൗൺ സൈഡിലോട്ട് ബ്രേക്ക് ചെയ്യണം. അത്തരത്തിൽ ഡൗൺ സൈഡിലേക്കുള്ള ഒരു ബ്രേക്ക് ഡൗൺ ആണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ വീണ്ടും പുട്ട് ഓപ്ഷന്റെ സമയമായി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയേണ്ടതാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നിഫ്റ്റി എല്ലാ ഇൻഡെക്സുകളും സെല്ലിംഗ് ഡയറക്ഷനിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് കിട്ടിയ ഒരു അപ്പ് മൂവ്, പ്രത്യേകിച്ചും നാളെ അവധിയുമാകയാൽ ഒരു സെല്ലിംഗ് തീർച്ചയായും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതാണ്. ആ തരത്തിൽ പ്രൈസ് മൂവ് ചെയ്യുന്നു എന്ന് തിരിച്ചറിഞ്ഞവർ വളരെ നല്ല ട്രേഡുകൾ എടുത്തിട്ടുണ്ട്. ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്തവർക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ വളരെ വേഗത്തിൽ നല്ല ഒരു ടാർഗറ്റ് ഡേയ്സ് ലോ ബ്രേക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. എന്നാൽ പ്രോഫിറ്റ് ട്രെയിൽ ചെയ്യാൻ കഴിഞ്ഞവർക്ക് ഇന്നത്തെ പൂർണ്ണമായ പ്രോഫിറ്റ് ആക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് വേണം പറയാൻ. അത്തരത്തിൽപ്പെട്ട പല ഹാൻഡിലുകളും എനിക്ക് ലഭിച്ചിരുന്നു. അപ്പോൾ ഇന്ന് ലഭിച്ച ഈ പ്രൈസ് ലെവലുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നാളത്തേക്ക് നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ എന്ന് പറഞ്ഞാൽ അടുത്ത പ്രവൃത്തി ദിവസത്തിലേക്ക് നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ എന്തായിരിക്കാം എന്ന് നോക്കാം. 23,464 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ട് എന്ന രീതിയിൽ ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ന് പ്രൈസ് അത്രയുമാണ് രേഖപ്പെടുത്തിയ. ലോ ക്ലോസ് ആയതും ഓൾമോസ്റ്റ് അവിടെ തന്നെയാണ്. അതുകൊണ്ടാണ് ഈ ലെവൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ ലഭിക്കാവുന്ന പ്രധാന റെസിസ്റ്റൻസ് എന്ന രീതിയിൽ 23,751 എന്ന ലെവലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇത് നല്ല റേഞ്ച് ആണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഒരു മൈനർ റെസിസ്റ്റൻസ് എന്ന രീതിയിൽ ഇവിടെ 23,692 എന്ന ലെവലും കാണാം. ഇവിടെ ഒരു പാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള ലെവൽ സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യാൻ കഴിയും. ലഭിക്കേണ്ട ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് മുകളിൽ 23,692 എന്ന ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെ ക്ലോസ് ആയി ലഭിച്ചാൽ വീണ്ടും കിട്ടുന്ന ഒരു ഡിക്ലൈൻ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ വീണ്ടും ബൈ ചെയ്യാം. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോൾ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ്. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് പ്രൈസ് കിടക്കുകയാണെങ്കിൽ ഈ ലെവൽ ടെസ്റ്റ് ചെയ്യാം, 23,751 എന്ന ലെവൽ. എന്നാൽ ഇന്ന് രേഖപ്പെടുത്തിയ ഉയരത്തിന് മുകളിൽ കയറി പ്രൈസ് ക്ലോസ് ആകുന്ന ഒരു സാഹചര്യം, ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആയാൽ തുടർന്ന് ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് മുകളിൽ കാണുന്നവ. 23,808, 867, 23,925 എന്നിങ്ങനെയുള്ള ലെവലുകളാണ് അത്തരത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാവുന്നതാണ്. പ്രതീക്ഷിക്കേണ്ട ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് താഴെ 23,381 എന്ന ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് ക്യാൻഡിലെങ്കിലും ക്ലോസ് ആയി കിട്ടണം. അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണിൽ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ മാത്രം പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യുക. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ തന്നെയാണ്. എന്നാൽ അതിന് താഴോട്ട്
23,380 എന്ന ലെവലിന് താഴോട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയിട്ടുള്ള ഈ ലെവലുകളൊക്കെ ടാർഗറ്റുകളായി ലഭിച്ചേക്കാം എന്നാണ് കരുതുന്നത്. അതിൽ പ്രധാനം 23,230 എന്ന ലെവലാണ്. 50,440 എന്ന ലെവലാണ് ബാങ്ക് നിഫ്റ്റിയിൽ ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ട് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. 50,909 ആദ്യമായി ലഭിക്കാവുന്ന പ്രധാന റെസിസ്റ്റൻസ് ലെവൽ എന്നുമാണ് കാണുന്നത്. മൈനർ റെസിസ്റ്റൻസ് ആയി 50,784 എന്ന ലെവലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യാം. ആദ്യമേ നമുക്ക് ഈ ലെവൽ ലഭിക്കണം 50,784 എന്ന ലെവൽ. അതിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ മാത്രം വീണ്ടും കിട്ടുന്ന ഒരു ഡിക്ലൈൻ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ വീണ്ടും പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ വീണ്ടും ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സിലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ്. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് പ്രൈസ് കടക്കുകയാണെങ്കിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലെവൽ ടെസ്റ്റ് ചെയ്തേക്കാമെന്നാണ് കരുതുന്നത്. എങ്കിലും ഇന്നത്തെ ഉയരത്തിന് മുകളിലോട്ട് പ്രൈസിന് ക്ലോസ് ചെയ്യാൻ കഴിഞ്ഞാൽ മാത്രമാണ് തുടർന്ന് ഒരു അപ്പ് മൂവ് പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് 51,025, 51,216, 406, 645 എന്നിങ്ങനെയുള്ള ലെവലുകൾ. തിക്ക് ബ്ലൂ ലൈനുകൾ എപ്പോഴും അല്പം സ്ട്രോങ് ആയ റെസിസ്റ്റൻസ്, സപ്പോർട്ട് എന്നിവയെ സൂചിപ്പിക്കാൻ ആണ് ഞാൻ വരയ്ക്കാറുള്ളത്. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ ഏതോ അത് സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാം. അത്തരത്തിൽ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ ലഭിക്കേണ്ടുന്ന ആദ്യത്തെ ടാർഗറ്റ് 50,072 എന്ന ലെവലാണ്. ആ ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുകയാണെങ്കിൽ മാത്രം വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ വീണ്ടും സെല്ലിംഗ് ഡയറക്ഷൻ നൽകിയാൽ പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് കൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് ഈ ലെവലിന് താഴെ 49,904 എന്ന ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആയാൽ വീണ്ടും പ്രൈസ് വീക്കായേക്കാം. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റ് ലെവലുകളാണ് ഇവിടെ കാണുന്നവ. കഴിഞ്ഞ ദിവസമേ നമ്മൾ രേഖപ്പെടുത്തിയ ലെവലുകൾ തന്നെയാണ് അവ. നിങ്ങൾ സ്ഥിരമായി നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ആ ലെവലുകൾ നിങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും എന്ന് കരുതുന്നു. 77,410 എന്ന ലെവലാണ് സെൻസെക്സിൽ ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ട് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ന് പ്രൈസ് ആ ലെവലിലാണ് ക്ലോസ് ആയിട്ടുള്ളത്. തൊട്ട് താഴെ 77,194 എന്ന മൈനർ സപ്പോർട്ടും. എന്നാൽ ആദ്യമേ ലഭിക്കാവുന്ന പ്രധാന റെസിസ്റ്റൻസ് ആയി രേഖപ്പെടുത്തിയിട്ടുള്ളത് 78,150 എന്ന ലെവലാണ്. നല്ല റേഞ്ചാണ്. അതിനിടയിൽ വേറെ മാർക്കുകൾ ചെയ്യാനുള്ള സ്പേസുകൾ ഇല്ല താനും. അപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ടുതാഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിലോട്ട് ട്രേഡ് ചെയ്യാം. പ്രതീക്ഷിക്കേണ്ട ആദ്യത്തെ ടാർഗറ്റ് 78,150 എന്ന ലെവൽ തന്നെയാണ്. എങ്കിലും ഇതിനിടയിൽ 77,938 എന്ന ഒരു മൈനർ റെസിസ്റ്റൻസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ അതിന് മുകളിൽ ഒന്ന് ക്ലോസ് ചെയ്തതിനു ശേഷം വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതെ തന്നെ ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയാണെങ്കിൽ കോൾ ഓപ്ഷൻ വീണ്ടും ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സിലോ ആയിരിക്കും അപ്പോഴും സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ്. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് പ്രൈസ് മൂവ് ചെയ്താൽ ഈ ലെവൽ ടെസ്റ്റ് ചെയ്തേക്കാം എന്നാണ് കണക്കാക്കുക. എങ്കിലും ഇന്നത്തെ ഉയരത്തിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആയാൽ മാത്രമാണ് തുടർന്നുള്ള ലെവലുകൾ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. 78,693, 78,828, 79,055 എന്നിങ്ങനെയുള്ള ലെവലുകളാണ് തുടർന്ന് ലഭിക്കാൻ സാധ്യതയുള്ളവ. എന്നാൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാം. പ്രതീക്ഷിക്കേണ്ട ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതെ ഡൗൺ സൈഡിലേക്ക് പ്രൈസ് ആക്ഷൻ പ്രകാരം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകളിൽ ഒരു ഇൻഡിക്കേഷൻ നൽകുകയാണെങ്കിൽ പുട്ട് ഓപ്ഷൻ തന്നെ വീണ്ടും ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ്. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് പ്രൈസ് വീണ്ടും മൂവ് ചെയ്യുകയാണെന്ന് വന്നാൽ തുടർന്ന് ഈ ലെവലുകൾ ലഭിക്കാം. എന്നാൽ 76,964 എന്ന ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുകയാണെങ്കിൽ മാത്രം വീണ്ടും കിട്ടുന്ന അപ്പ് മൂവുകൾ ട്രേഡ് ചെയ്യാൻ കഴിയും. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവ. സെൽ ഓൺ എവരി റൈസ് എന്ന രീതിയിൽ പിന്നെ ട്രേഡ് ചെയ്യാൻ കഴിയുന്നതാണ്. തുടർന്ന് നമുക്ക് ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് മുൻപേ നമ്മൾ രേഖപ്പെടുത്തിയിട്ടുള്ളവയാണ്. അത് നിങ്ങളുടെ ചാനലിലും ഉണ്ടാകും എന്ന് കരുതുന്നു. അപ്പം ഇത്രയുമാണ് നമ്മളുടെ 3 ഇൻഡെക്സുകളുടെയും അടുത്ത ട്രേഡിംഗ് ദിനത്തിലേക്കുള്ള ട്രേഡിംഗ് പ്ലാൻ.
നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അപ്പോൾ പതിവ് പോലെ ഡിസ്ക്ലൈമർ, ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് ഒന്നുമല്ല, എക്സ്പീരിയൻസിന്റെ വെളിച്ചത്തിൽ ചെയ്യുന്നു എന്ന് മാത്രം. നിങ്ങൾക്കും പ്രയോജനകരമെങ്കിൽ ഉപയോഗിക്കാം, റിസ്ക് പൂർണ്ണമായും നിങ്ങളുടേതാണ്. എന്നാൽ ഗുണകരമാണ് നമ്മളുടെ ചാനൽ എന്ന് തോന്നിയാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യും, കമന്റ് ചെയ്യും, ഷെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ട്രേഡിംഗ് ദിനത്തിലും എല്ലാവർക്കും നല്ല ട്രേഡിംഗ് അവസരങ്ങൾ ലഭിക്കുന്ന മൂവ്മെന്റ് എല്ലാ ഇൻഡെക്സിലും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു.